शिवशक्त्यायुक्तो यदि भवति शक्तः प्रभवितुं न चेदेवं देवो न खलु कुशलः स्पन्दितुमपि अतस्त्वामाराध्य हरिहरविरिञ्चादिभिरपि प्रणन्तुं स्तोतुं वा कथमकृत പുണ്യപ്രഭവതി. സർവമംഗളമൂർത്തിയായ പരമശിവൻ ശക്തിസ്വരൂപിണിയായ പാർവതീദേവിയോട് കൂടിയവനായി ഭവിക്കുന്നുവെങ്കിൽ മാത്രമേ പ്രപഞ്ച നിർമ്മാണത്തിന് ശക്തനായി ഭവിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം സ്വസ്ഥാനത്തു നിന്നുകൂടി ഇളകുവാൻ പരമശിവൻ ശക്തനല്ല. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ കൂടി ആരാധിക്കുന്ന ദേവിയെ നമസ്കരിക്കുന്നതിനോ കീർത്തിക്കുന്നതിന് തന്നെയോ പുണ്യം ചെയ്യാത്ത ഒരുവൻ എങ്ങനെ സമർത്ഥനായിത്തീരും? ശിവനും ശക്തിയും ഒന്ന്. അർദ്ധനാരീശ്വര സങ്കല്പം ചിന്തിക്കൂ. ഈ പ്രപഞ്ചത്തിൻ്റെ അച്ഛൻ അമ്മ എന്ന സ്ഥാനമാണുള്ളത്. ശ്രീചക്രത്തിൽ ശ്രീദേവിയെയും സർവ്വലോകത്തെയും പ്രതിപാദിക്കുന്നു. 5 ശക്തി ത്രികോണവും 4 ശിവത്രികോണവും ആണ് ശ്രീചക്രത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഭാഗം. ശക്തി ത്രികോണവും ശിവത്രികോണവും ഇല്ലാതെ ശ്രീചക്രം നിർമ്മിക്കാൻ സാധ്യമല്ല. ശിവൻ പുരുഷനെയും പ്രകൃതി ശക്തിയെയുമാണ് സൂചിപ്പിക്കുന്നത്. സാഖ്യപ്രകാരം സ്ത്രീയും പുരുഷനുമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം, ശിവനും ശക്തിയുമാണ് ഈ പ്രപഞ്ചത്തിലെ മാതാവും പിതാവുമെന്ന്.